നമസ്കാരം. ഉത്തർപ്രദേശിൽ BSPയും SP-യും ലക്ഷ്യമിടുന്നത് BJP വിരുദ്ധതയാണെന്നുണ്ടെങ്കിൽ ആ വിരുദ്ധത ഒരിക്കലും നേട്ടമുണ്ടാക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള നീക്കത്തിലൂടെ. അതായത് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തേരോട്ടം ഒരു കാരണവശാലും BSPക്കോ SP-ക്കോ വലിയ നേട്ടങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നത് ഏറ്റവും വലിയ സത്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ BSPയും SP-യും സഖ്യം പ്രഖ്യാപിച്ചു. അതിന്റെ വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞു. മായാവതിയും അഖിലേഷ് യാദവും 25 വർഷങ്ങൾക്ക് ശേഷം കൈകൊടുക്കുന്ന ഒരു വലിയ സുപ്രധാന നിമിഷത്തിന് ഉത്തർപ്രദേശ് വേദിയായിരിക്കുമ്പോൾ വേറൊരു വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് BJP വിരുദ്ധത അല്ലെങ്കിൽ BJPയെ തുടച്ചു മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സഖ്യമെങ്കിൽ ഈ സഖ്യത്തിന് അതിനെ തുരത്താൻ വേണ്ടി പറ്റില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തോടു കൂടി SP, BSP, RLD സഖ്യം ഉത്തർപ്രദേശിൽ BJPയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിനെ സഖ്യത്തിലെടുക്കാത്തത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇവർക്ക് നൽകുക. അതിലെടുത്തു പറയേണ്ടത് 25 സീറ്റോളം, അതായത് കോൺഗ്രസിന്റെ പ്ലാൻ ബി പ്രകാരം 25 സീറ്റുകളോളം 5 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഈ 25 സീറ്റുകളിൽ 2 സീറ്റുകളിൽ ഒഴികെ ത്രികോണ മത്സരങ്ങൾ നടക്കും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കും. അത് നേട്ടമുണ്ടാക്കുന്നത് BJPക്കായിരിക്കും. ഈ നേട്ടത്തെ കാത്തിരുന്ന് ഉത്തർപ്രദേശ് എന്ന ഒരു ലോക്സഭാ സീറ്റുകളിൽ 80ഓളം സീറ്റുകളുള്ളത്, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഇവിടുത്തെ സീറ്റുകളുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേന്ദ്രത്തിലെ ഭരണം നിശ്ചയിക്കുക. കാരണം 80 സീറ്റാണ്. നേരത്തെ 71 സീറ്റുകൾ BJPക്ക് പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. BJPയുടെ അപ്നാദളിന് 2 സീറ്റുകൾ ലഭിച്ചു. പിന്നെ ബാക്കിയുള്ള സീറ്റുകളൊക്കെ BJP നേടിയപ്പോൾ വലിയ നേട്ടം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ സാധിച്ചത് BJPക്ക് ഭരണം സ്വന്തമാക്കാൻ ഏറ്റവും എളുപ്പമായ വഴി തുറന്നു വിട്ടത് ഉത്തർപ്രദേശ് തന്നെയാണ്. നേരത്തെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും കോൺഗ്രസ് അധികാരത്തിലേറിയ സമയമൊക്കെ ഉത്തർപ്രദേശിലെ നേട്ടങ്ങൾ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടോ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസും അധികാരത്തിലേറിയിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മായാവതിക്ക് പ്രധാനമന്ത്രി മോഹം അന്ന് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രി മോഹം ആഴ്ന്നിറങ്ങിയത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കി പ്രധാനമന്ത്രി കസേര ആവശ്യപ്പെടാനുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അഖിലേഷിനെ കൈപിടിക്കുന്നു. പക്ഷേ ഈ ഒരു കൂട്ടുകെട്ട് ഒരു കാരണവശാലും BJP വിരുദ്ധത അല്ലെങ്കിൽ BJP മുക്ത ഉത്തർപ്രദേശ് സ്വപ്നം കാണുന്നവർക്ക് ഒരു പ്രതീക്ഷയും നൽകില്ല എന്നത് വാസ്തവപരമായ കാര്യം തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാലോ, കോൺഗ്രസും ഈ ഒരു സഖ്യത്തിലോട്ട് കടന്നു വന്നാൽ തന്നെ അത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കോൺഗ്രസും ഇവരും ഒരു നിലപാടെടുത്ത് വ്യക്തമായിട്ടുള്ള സീറ്റ് ധാരണകൾ കൈമാറിക്കഴിഞ്ഞാൽ തന്നെ അത് ഈ സഖ്യത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. ഇവരുടെ ഉദ്ദേശങ്ങൾ സഫലമാകുകയും ചെയ്യും. നേരെ മറിച്ച് BJPയെ ഇതുപോലെയാണ് നേരിടുന്നതെങ്കിൽ അത് തിരിച്ചടി നേരിടും. പക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് BSP മായാവതിയുടെ ചില തന്ത്രങ്ങൾ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അഖിലേഷ് യാദവ് രാഹുലിന് കൈ കാണിച്ചിരുന്നു, ഒന്നിച്ചു നിൽക്കാമെന്ന ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. എന്നാൽ മായാവതി അഖിലേഷിനെ വേണ്ട, അല്ലെങ്കിൽ അഖിലേഷ് കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടേണ്ട എന്ന സൂചനകൾ നൽകി ഒപ്പം കൂട്ടി കോൺഗ്രസിനെ അകറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. ഇതൊരിക്കലും ഒരു ശുഭവാർത്തയല്ല എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.